ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെ ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയിലാണ് നാം ഇന്ന് ഭവനത്തിൽ ടെലിവിഷന് മുമ്പിലായിരിക്കുമ്പോൾ. പ്രിയ സഹോദര, നിൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു ഉത്തരം നൽകാൻ പോവുകയാണ്. നിൻ്റെ നിലവിളിക്ക് ദൈവം പ്രത്യുത്തരിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവാൽ ലോകം നിറഞ്ഞു നിൽക്കുന്നു. നീ ഈ രാത്രിയിൽ അത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഭവനത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ശിരസിന് മുകളിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് പിന്നിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ പാർശ്വഭാഗങ്ങളിൽ അലയടിക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്നിരുന്നുകൊണ്ട് ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിച്ച് ചേർന്നിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? അവിടുത്തെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തോട് പ്രാർത്ഥിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അതേ പൈതലേ, നീ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് അവഗണിക്കുകയില്ല. നീ അവിടുന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഉത്തരമരുളും. നീ ഇപ്പോൾ കർത്താവിൽ ശരണം പ്രാപിക്കുക. നിന്റെ വേദനകളും യാതനകളും പ്രതികൂലങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ കർത്താവിനെ പാടി ഒന്ന് സ്തുതിക്കുന്നതിന്, മഹത്വപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് അണിചേരാം. സന്തോഷത്തോടെ ആയിരിക്കാം. കരമടിച്ചുകൊണ്ട് വളരെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിന് മേൽ ഇടപെടുക. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കരമുയർത്തി നടിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പോൾ ചലിക്കട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം,
വാഗ്ദത്തം തന്നവനാകരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ ദൂരം നീളും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ ദൂരം നീളും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, വലിയ പ്രത്യാശയോടെ എന്റെ നിരാശകളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട്, എന്റെ കണ്ണുനീരുകളെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തട്ടെ. അനുദപിച്ചാൽ അവൻ അരികിലുണ്ട്, മനം തകർന്നാൽ അവൻ കൂടെയുണ്ട്. അനുദപിച്ചാൽ അവൻ അരികിലുണ്ട്, മനം തകർന്നാൽ അവൻ കൂടെയുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവനാകരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ ദൂരം നീളും, ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ ദൂരം നീളും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവനാകരുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വലിയ വിശ്വാസത്തോടെ സ്വരമേറി പാടാം. വാഗ്ദത്തം തന്നവനാകരുകില്ല, വാഗ്ദത്തം തന്നവനാകരുകില്ല, വാഗ്ദത്തം തന്നവനാകരുകില്ല, വാഗ്ദത്തം തന്നവനാകരുകില്ല. ആത്മാവ് ഇപ്പോൾ ഭവനങ്ങളിൽ ചലിക്കട്ടെ, ഓരോ ദൈവ മക്കളിലും ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ അത്ഭുതങ്ങളിൽ രാത്രിയിൽ നിന്നെ വിളിച്ച് നിലവിളിക്കുന്ന നിന്റെ മക്കളുടെ കുടുംബത്തിലേക്ക്, ഓരോ മക്കളിലേക്കും കടന്നു വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, പുകഴ്ത്തുന്ന കർത്താവേ, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, മഹത്വം മഹത്വം കർത്താവേ, മഹത്വം. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് സർവശക്തൻ, അങ്ങ് എനിക്ക് മതിയായ ദൈവം. ആകയാൽ ഞാൻ അങ്ങയെ കീഴ്പ്പെട്ട് സ്തുതിക്കുന്നു, അങ്ങയെ എന്റെ ജീവിതത്തെ അടിയറ വെച്ച് സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഗ്ലോറി ഗ്ലോറി. എന്റെ ആഗ്രഹങ്ങളിലേക്ക് നീ ഒരു ഉത്തരമായി കടന്നു വരണമേ. എന്റെ പ്രതികൂലങ്ങളിലേക്ക് ഈ രാത്രിയിൽ നീ ഒരു അനുഗ്രഹമായി, ഒരു വിടുതലായി, ഒരു സൗഖ്യമായി എന്റെ കണ്ണീരപ്പാൻ കടന്നു വരണമേ കർത്താവേ. എന്റെ ഭവനത്തിലേക്ക് അങ്ങയെ ഞാൻ ക്ഷണിക്കുന്നു, വലിയ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കർത്താവേ. പ്ലീസ് കം നൗ, ഇപ്പോൾ തന്നെ വരണമേ. ഞാൻ മൊബൈൽ ചെവിയിൽ വെച്ച് ബെഡിൽ കിടന്നുകൊണ്ട് ഒരു ഫോൺ അറ്റൻഡ് ചെയ്തതിനിടയിൽ ഉറങ്ങിപ്പോയി. നേരം വെളുക്കുമ്പോൾ എൻ്റെ ഫോണ് കാണുന്നില്ല. വിലപിടിപ്പുള്ള ഫോണാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെ ആയിരുന്നു പിടിച്ചിരുന്നതെങ്കിലും നേരം വെളുത്തപ്പോൾ അത് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഹൃദയത്തിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരൻ നമ്മളല്ല, ദൈവമാണ്. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഹൃദയം ഇടിക്കുന്നതിനുള്ള തുടിക്കുന്നുള്ള കാരണം അതാണ്. ഞാൻ ഉറങ്ങുമ്പോഴും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കയ്യിൽ പിടിച്ചു കിടന്ന ഫോൺ നേരം വെളുക്കുമ്പോൾ കയ്യിലില്ല. എത്ര ബുദ്ധിയോടെ ശ്രദ്ധയോടെ അത് ചെയ്താലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അത്രമാത്രമേ ഉള്ളൂ നമ്മൾ. എന്നാൽ രാത്രിയിൽ ദൈവം എന്നെ കരുതുന്നു, കാണുന്നു, പ്രഭാതത്തിൽ കരുതുന്നു. ഓരോ നിമിഷങ്ങളിലും ദൈവം കരുതുന്ന ദൈവമാണ്.
അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം, ഈ രാത്രിയിൽ പൈതലെ നിന്റെ ഹൃദയത്തിൻ്റെ ഉടമ ദൈവമായി മാറട്ടെ. നിന്റെ ഹൃദയത്തിൻ്റെ നിന്റെ എല്ലാ രഹസ്യങ്ങളുടെയും മേഖലകളെ മാറ്റിവെച്ചിട്ട് ഈ രാത്രിയിൽ ദൈവത്തിന് നിന്റെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് പൂർണ്ണമായി അർപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും, നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാടി എഴുന്നേറ്റ് വന്നുകൊണ്ട് ആ വരികൾ പാടി ദൈവത്തെ ആരാധിക്കാം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. കരമുയർത്തി അടിക്കാം. സന്തോഷത്തോടെ പരസ്പരം നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പാടാമോ? യാദവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. സ്നേഹത്തോടെ ഒന്ന് പരസ്പരം നോക്കിക്കൊണ്ട് കൂട്ടായ്മയിൽ കുടുംബത്തിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത,
യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. വലിയ സ്നേഹത്തോടെ ദൈവത്തെ ആരാധിക്കാം, വലിയ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കാം. മനോഹരമായ ഈ ഗാനത്തിന്റെ വരികൾ പാടി മഹത്വപൂർണനായവനെ നമുക്ക് വാഴ്ത്തിക്കൊണ്ടിരിക്കാം. അത് വലിയ അനുഗ്രഹത്തിന് കാരണമാണ്. വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, 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 എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ദൈവപിതാവേ, ആരാധന വാഴ്ത്തുന്നു ഞങ്ങൾ, പുകഴ്ത്തുന്നു ഞങ്ങൾ, മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡാഡി, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് വളരെ എളിമയോടെ കർത്താവിന് മുന്നിൽ നിൽക്കാം. എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? എല്ലാം ദാനമായിരിക്കെ, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നാം എന്തിന് ജീവിക്കുന്നു, അഹങ്കരിക്കുന്നു? 1 കൊരിന്തോസ് 4:7 നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. എല്ലാം നിനക്ക് ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് അഹങ്കരിക്കുന്നു? നമുക്ക് എളിമയോടെ ആയിരിക്കാം. ഞാൻ ശ്വസിക്കുന്ന വായു പോലും എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. കുടിക്കുന്ന വെള്ളം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഭൂമിയിലുള്ള സകലതും എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. അത് കർത്താവെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരായി ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.